ഇവർ ഉന്നയിക്കുന്ന കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമായി CPIM കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായി കൈകാര്യം ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പിടിച്ച് ജയിലിലിടാലോ. എത്ര മാസമായി ഈ കാര്യങ്ങൾ കിട്ടിയിട്ട്, എത്ര അവധാനതയോട് കൂടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഈ കാര്യത്തിനകത്ത് ഇടപെട്ടത്? എന്തെങ്കിലും ഒരു അത്യാവശ്യം കാണിച്ചിട്ടുണ്ടോ? ഒരു അത്യാവശ്യവും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ മണപ്പാട് ഫൗണ്ടേഷൻ പണം പിരിച്ചത് VD സതീശന് വേണ്ടിയിട്ടല്ലേ? ഈ മണപ്പാട് ഫൗണ്ടേഷൻ്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ VD സതീശൻ്റെ അടുത്ത ബന്ധുക്കളാണോ വെറുതെ ടിക്കറ്റൊക്കെ ഇങ്ങനെ സൗജന്യമായിട്ട് എടുത്തു കൊടുക്കാൻ? മണപ്പാട് ഫൗണ്ടേഷൻ അങ്ങനെ പണം പിരിച്ചിട്ട് ഇവിടെ സതീശൻ്റെ സാന്നിധ്യത്തിൽ വിതരണം ചെയ്തു എന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത്, എത്ര ആൾക്കാണ് നിങ്ങൾ ഈ പണം കൊടുത്തത്? അത് പറയണ്ടേ? അത് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഞാൻ ചോദിക്കുന്നത് വെല്ലുവിളിയോ അപേക്ഷയായിട്ടോ എന്തെങ്കിലും കാണൂ നിങ്ങൾ? DYFI നേരത്തെ ചോദിച്ചു, DYFI എന്ത് അവിടെ ഒന്നും ചോദിച്ചിട്ടില്ല. DYFI അവിടെ ചോദിച്ചു. DYFIയുടെ സംസ്ഥാന ഭാരവാഹത്തിന് അവിടെ പങ്കെടുത്തുകൊണ്ട് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് സന്ദീപേ. വേണമെങ്കിൽ ആ സമരത്തിൻ്റെ എല്ലാം ഫോട്ടോയും ചിത്രങ്ങളും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അവിടെ സമരം നടത്തിയിട്ടുണ്ട്. അവിടെ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് കോൺഗ്രസിന് വേണ്ടിയിട്ട് ചർച്ചയിൽ പങ്കെടുത്ത റിജിൽ മാക്കുറ്റി, അല്ല പറയട്ടെ, റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞത് 209 വീടിന്റെ കണക്കുകൾ ഞങ്ങൾ പറയും എന്നാ പറഞ്ഞത്. 209 വീട് ചോദിച്ചത് കണക്കും ആ കാര്യങ്ങളൊന്ന് പറയൂ, ആർക്കൊക്കെ കിട്ടിയെന്ന് പറയൂ. അപ്പൊ ഇത് പറയട്ടെ, എനിക്ക് നിങ്ങൾ നേരത്തെ ഒരുപാട് സമയം കൊണ്ട് സന്ദീപ് കൊടുത്തു. അപ്പൊ ഞാൻ പറയുന്നത്, നല്ല അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. വയനാട് മോഡൽ തട്ടിപ്പാണ്. എവിടെയെല്ലാം ദുരന്തമുണ്ടോ അവിടെയെല്ലാം ഇവർ പറന്നിറങ്ങും. വയനാട് യൂത്ത് കോൺഗ്രസ് പോയിട്ട് ആ ദുരന്തമുഖത്ത് പറഞ്ഞു ഞങ്ങൾ 30 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ആപ്പ് തന്നെ ആവിയായി ലോകത്താദ്യമായിട്ട് പണം പിരിച്ച ആപ്പ് കാണുവാനില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഏതാ? ലോകത്താദ്യമായിട്ട് പണം പിരിച്ച ആപ്പ് കാണുവാനില്ല, അത് കാണാതെ പോയി എന്ന് പറഞ്ഞ പാർട്ടി ഏതാ? കോൺഗ്രസ് പാർട്ടിയല്ലേ. അതുകൊണ്ട് വയനാടിന്റെ പേരിൽ പണം പിരിച്ചിട്ടുണ്ട്, ഗുജറാത്തിന്റെ പേരിൽ പണം പിരിച്ചിട്ടുണ്ട്, പല തരത്തിലും പണം പിരിച്ചിട്ടുണ്ട് എന്നാണോ എന്ന് എനിക്കറിയില്ല. ശരി, അത് കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾ ധൃതിപ്പെടേണ്ടതില്ല, കണ്ടുപിടിക്കും. ഒരു തർക്കവുമില്ല, കണ്ടുപിടിക്കും. VD സതീശൻ തന്നെ ഇതിന് കൃത്യമായ ഉത്തരം പറയുന്നില്ല. VD സതീശൻ 3 നിലപാട് പറഞ്ഞു. നിയമസഭയിൽ പറഞ്ഞ മറുപടി വേറെ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടിയിരുന്നത് VD സതീശന്റെ ആ വാർത്താ സമ്മേളനം നിങ്ങളുടെ സംപ്രേഷണം ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാത്തത്? സതീശൻ പറഞ്ഞ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യണ്ടേ? സതീശന് വേണ്ടിയിട്ട് ചർച്ചയിൽ പങ്കെടുത്ത് ആളുകൾ എന്തെല്ലാം ന്യായവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് കേട്ടില്ലേ? മൂന്നിടത്ത് മൂന്നായി പറഞ്ഞില്ലേ ചോദിക്കുന്നത് ശ്രീ VK സുനിൽ കേട്ടില്ലേ? വേണമെങ്കിൽ ഇത് വമ്പൻ തട്ടിപ്പാണ്. സതീശൻ തന്നെ പല സ്ഥലത്തും പല നിലപാട് പറയുന്നു എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സതീശൻ നിയമസഭയിൽ സത്യസന്ധമായ ഉത്തരം പറയണ്ടേ? നിയമസഭയിൽ കളവ് പറഞ്ഞില്ലേ സതീശൻ? പക്ഷേ സനോജ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ കളവ് പറഞ്ഞില്ലേ മാധു? ശ്രീ VK സനോജ്, ഞാൻ അത് ശ്രീ സന്ദീപ് വാര്യരോട് ചോദിക്കുന്ന അങ്ങ് കേട്ടില്ലേ? അദ്ദേഹം ഒന്ന് പൂർത്തീകരിക്കട്ടെ, പറയൂ. പക്ഷേ സനോജ്, എന്റെ ഒരു എളിയ അഭിപ്രായം പറഞ്ഞോട്ടെ. ഇത് ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ സൂക്ഷ്മമായ സംശയങ്ങൾ ഉയർത്താൻ ന്യായങ്ങളേറെയുണ്ട്. പക്ഷെ പ്രഥമ ദൃഷ്ടിയ VD സതീശൻ ഇതിനകത്ത് തെറ്റ്, അഴിമതി കാണിച്ചിട്ടുള്ളതിനെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ സ്പീക്കർ കൊടുത്ത റിപ്പോർട്ടിനാണ്. അതെ, ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ, രാഷ്ട്രീയക്കാരൻ നിലയിൽ കാണുമായിരിക്കും. പിന്നെ അജിത് പവാർ, ശരത് പവാർ ഒരു മിനിറ്റ് ആ നിയമസഭയിലെ പ്രതികരണം ഒന്ന് കാണിച്ചേക്കോ പ്രൊഡ്യൂസർ. ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട്. ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ക്ലൈമറ്റ് റെസിലിയൻസിനെ സംബന്ധിച്ച ഒരു വലിയ സെമിനാറിൽ സംസാരിക്കാൻ എന്നെ ഗസ്റ്റായി വിളിച്ചപ്പോൾ ഞാൻ അവിടെ നടത്തിയ പ്രസംഗത്തിന്റെ CD ആണ് അദ്ദേഹം പറയുന്നത്. ഈ CD എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നതാണ്. ഞാൻ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് എന്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി 1 രൂപ പോലും പിരിച്ചിട്ടില്ല. ശരി, ഇതാണ് ആ ബൈറ്റ്. അതിനു മുൻപ് അദ്ദേഹം അവിടുന്ന് ഈ 500 പൗണ്ട് വീതം ഓരോ ടേബിളിൽ നിന്ന് സമാഹരിക്കണമെന്ന് അടക്കം പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ആവശ്യത്തിന് പബ്ലിക് ഡൊമൈൻ ഉള്ളത് കൊണ്ട് കേൾപ്പിക്കാത്തതാണ്. പക്ഷേ ഇത് ഈ ചർച്ചയിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പിരിച്ചിട്ടില്ല എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ആഹ്വാനം നടന്ന് പറയുകയും ചെയ്തിരുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു കാര്യം പറയാം, നാളെ നിർണായകമായ ഒരു യോഗം ബോംബെ നടക്കുന്നുണ്ട്. പവാർമാരുടെ കൂടെ ഒന്നിക്കുകയാണ്. ശരി, നിങ്ങൾ കുറച്ച് പേരെ സഹായിക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണ് പണം പിരിക്കുന്നതാണെന്ന്? 500 പൗണ്ട് ചർച്ച പൂർത്തിയായതാണ്.